അപ്പോൾ ഞാനിത് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിനാണ്. ഒത്തിരി ആൾക്കാർക്ക് കാലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാലിന് ഡ്രൈ സ്കിന്ന്, അതുപോലെ വിണ്ട് കീറും, ഇതൊക്കെ ഡ്രൈനെസ് കാരണമാണ് സംഭവിക്കുന്നത്. പിന്നെ വൃത്തിയില്ലായ്മയും. അപ്പം നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഒരു ടൂത്ത് ബ്രഷ്, നമ്മുടെ പഴയൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക കാല്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഉരയ്ക്കുന്ന എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ മിക്സ്ഡോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക. ഇനി വിണ്ട് കീറിയവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചൂട് വെള്ളത്തിൽ കുറച്ച് ഷാമ്പു, അതുപോലെ സോഡാപ്പൊടി, നാരങ്ങനീര്, ഇത്രയും കാര്യങ്ങളിട്ട് ഒരുവിധം പറ്റാവുന്ന ചൂടിൽ നന്നായിട്ട് മുക്കി വയ്ക്കുക. മുക്കി വെച്ചിട്ട് അത് നന്നായിട്ട് പതുക്കെ അപ്പോൾ അതിങ്ങനെ ഇതായിട്ട് വരും, എന്താ പറയുക, സോഫ്റ്റോ. അപ്പോൾ നന്നായിട്ട് വിണ്ട് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ തൊലിയൊക്കെ ഒന്ന് കത്രി കൊണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വേദനിക്കാത്ത രീതിയിൽ പിന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് പതുക്കെ സ്ക്രബ് ചെയ്ത് അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് പോവുള്ളൂ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഓറഞ്ച് പീൽ പൗഡർ, അതുപോലെ അരിപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട്, കടലമാവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലുമ നന്നായിട്ട് പൊത്തി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഫംഗൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ച് ഈ സാധനങ്ങളൊക്കെ ഇട്ട് സോഡാപ്പൊടിയും മറ്റേ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ബ്രഷ് കൊണ്ടൊക്കെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്രീം, പ്രത്യേകിച്ച് അലോവേര വെച്ചുള്ള ക്രീം ഭയങ്കര ഇഫക്റ്റീവാണ്. അലോവേരയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് രാത്രി കിടക്കണേക്കാളും മുൻപ് നമ്മൾ പുരട്ടി കിടക്കുക. അതുപോലെ തന്നെ രാവിലെ ആയാലും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പിറ്റീമയും കാലിൻ്റെ സൈഡിലും മേലെയൊക്കെ പുരട്ടി കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കാലിരിക്കും. പിന്നെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടേഴ്സ് ആയാലും മിക്സ് ചെയ്തിട്ടായാലും, ഷിയ ബട്ടർ അങ്ങനത്തെയുള്ള കാര്യങ്ങളായാലും മിക്സ് ചെയ്തിട്ടായാലും ചെയ്താൽ മതി. അപ്പോൾ എന്ത് സുഖമാണെന്നറിയോ, നമുക്ക് ഈ അലോവേരയും ബട്ടറും വെച്ചിട്ടുള്ള ഈ ക്രീം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഭയങ്കര റിസൾട്ട് തരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ വെയിലത്ത് കൊണ്ടുപോകാൻ പാടില്ല. ടെമ്പറേച്ചർ അതായത് ഒരുവിധം നല്ല ഒരു 23-24 ഉള്ളിൽ അങ്ങനെയുള്ളൊരു റൂമിൻ്റെ ഉള്ളിൽ വേണം ഞാനിത് സൂക്ഷിക്കാനായിട്ട്. കാരണം എമൽസിഫയേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് സെപ്പറേഷൻ വരും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.